ഞാനൊരു അച്ഛനായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ കണ്ണിൽ നിന്ന് നന്ന് വീണത് കണ്ണുനീരിൻ്റെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല. എൻ്റെ മോൻ സ്വന്തം അധ്വാനിച്ച് എൻ്റെ അവിടെ വാശി തീർക്കാൻ വേണ്ടി ബുള്ളറ്റ് വാങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരിക്കുമെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ 15-ാമത്തെ വയസ്സിൽ അച്ഛൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഈ മൈക്കൊക്കെ പുറകിൽ എന്നെ നിങ്ങൾ സഹിക്കേണ്ടി വരുമായിരുന്നില്ല. ഓർക്കാട്ടയിലോ കുണ്ടടയിലോ അല്ലെങ്കിൽ ആ യാണിയിലോ കഞ്ചാവോ മയക്കുമായിരുന്നു അടിച്ചിട്ട് ഞാൻ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങേണ്ടവനാണ് ഞാൻ. പക്ഷെ അച്ഛൻ കഷ്ടകാലത്തിന് കള്ളനാവാതിരിക്കാൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരാത്തത് കൊണ്ട്, അച്ഛനോടുള്ള വാശി തീർക്കുന്നതിന് വേണ്ടി പാരലൽ കോളേജിൽ ക്ലാസ് എടുത്തതുകൊണ്ട്, PSC പരീക്ഷയെക്കുറിച്ച് ബോധമുള്ളതുകൊണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത മേഖലയാണെങ്കിലും ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന പോലീസിലേക്ക് വരാനുള്ള മാർഗം തുറന്നു തന്നത് എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛന് നട്ടലുണ്ട് എന്ന് ആത്മാഭിമാന ബോധത്തോടു കൂടി തന്നെ പറയും. അതേപോലെ നട്ടലിലുള്ള അച്ഛനാവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. പക്ഷെ എൻ്റെ കൂട്ടുകാരൊന്നും ചെയ്യുന്ന അങ്ങനെയല്ല. ഈ ഇമ്മക്ക് കിട്ടാത്തെല്ലാം മക്കൾക്ക് കിട്ടണം എന്നാണ്. ബുള്ളറ്റ് നമുക്ക് 12 വയസ്സ് എൻ്റെ അച്ഛമായി തന്നോ, അതുകൊണ്ട് ഞാൻ 12 വയസ്സിലെ വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ള വാശിയിലെ രക്ഷകർത്താക്കളുണ്ട് എൻ്റെ മുമ്പിൽ. തിരുത്തണം. നിങ്ങളെ മക്കൾ കഞ്ചാവ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ? മക്കൾ മദ്യം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ? അതേപോലെ നിയമത്തിന് വിധേയമല്ലാത്ത ഒരു സംഗതിയും വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. മക്കളോട് കള്ളനായി ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അല്ലെങ്കിൽ കള്ളനായി ജീവിക്കുന്നത് കാണാൻ ഈ ബാപ്പയ്ക്ക് ഈ ഉമ്മയ്ക്ക് കരുത്തില്ല എന്ന് കണ്ണിലേക്ക് നോക്കി പറയാനുള്ള ചങ്കൂറ്റം, കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മളെ മക്കള് നമ്മളെ നല്ലവണ്ണം പറ്റിക്കുമെന്നുള്ള നല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ആദ്യം നിങ്ങളെ ബാപ്പേനെയും ഉമ്മേനെയും പറ്റിച്ച് നോക്കിയാൽ മതി. ഞാനല്ല എൻ്റെ അച്ഛനെയും അമ്മേനെയും നല്ല പറ്റിച്ചില്ല.